ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് കേരള PSC പബ്ലിഷ് ചെയ്തിരിക്കുന്ന 3 ഷോർട്ട് ലിസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ ഒന്നാമതായി പരിചയപ്പെടുത്തുന്നത് പോസ്റ്റ് ഓഫ് ക്ലർക്ക് ഫ്രം എക്സ് സർവീസ്മാൻ ഓൺലി ഡയറക്ട് റിക്രൂട്ട്മെന്റ് കാറ്റഗറി നമ്പർ 445/2023. ഈ ഒരു തസ്തികയിലേക്കുള്ള ഷോർട്ട് ലിസ്റ്റ് കേരള PSC പബ്ലിഷ് ചെയ്തു. NCC സൈനിക് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് കാസർഗോഡ് ജില്ല അവിടേക്കായിരുന്നു ഈ പരീക്ഷ നടത്തിയത്. OMR എക്സാമിനേഷൻ നടന്നത് 4/5/2024 28/11/2024 ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മെയിൻ ലിസ്റ്റിലേക്ക് വരുമ്പോൾ 12 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 22 പേർ സപ്ലിയിലും ഒരാൾ ഡിഫറൻ്റ്ലി ഏബിൾ ലിസ്റ്റിലും വന്നിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 35 പേരാണ്. മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ കട്ട് ഓഫ് മാർക്ക് 38 മാർക്കാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ തുടർന്നുള്ള ഘട്ടം എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ആണ്. അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടലിലൂടെ അറിയിക്കുമെന്ന് കേരള PSC ഈ ഒരു ലിസ്റ്റിനോടൊപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തുടർന്നുള്ള ദിവസങ്ങളിൽ വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടലൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. രണ്ടാമതായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് സ്റ്റേറ്റ് വൈഡ് ആയിട്ട് നടത്തിയിട്ടുള്ള ഒരു എക്സാമാണ്. ആ ഒരു എക്സാമിൻ്റെ കാറ്റഗറി നമ്പർ 500/2023 കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിലേക്കാണ്, കേരള ബാങ്കിലേക്കാണ്. ഈ ഒരു പരീക്ഷ നടന്നത് OMR രീതിയിൽ ഈ ഒരു പരീക്ഷ നടന്നത് 13/8/2024 ഈ ഒരു പരീക്ഷയുടെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഡിക്റ്റേഷൻ കം ട്രാൻസ്ക്രിപ്ഷൻ ടെസ്റ്റ് ആണ്. ആ ഒരു ടെസ്റ്റിലേക്ക് തിരഞ്ഞെടുത്തവരുടെ ലിസ്റ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് ലിസ്റ്റാണ് ഇപ്പോൾ കേരള PSC പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. 29/11/2024 ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ലിസ്റ്റിലേക്ക് ഉൾപ്പെട്ടവരുടെ സെക്യൂർഡ് മാർക്ക് എന്ന് പറയുന്നത്, ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ മാർക്ക് എന്ന് പറയുന്നത് 66.33 മാർക്കാണ്. ഇവിടെ ഉൾപ്പെട്ടിരിക്കുന്നവരുടെ മാർക്ക് റേഞ്ച് എന്ന് പറയുന്നത് 66.33 അതിൻ്റെ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഡിക്റ്റേഷൻ കം ട്രാൻസ്ക്രിപ്ഷൻ ടെസ്റ്റ് ആണ്. അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മളെ അറിയിക്കും എന്ന് വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടലിലൂടെ അറിയിക്കും എന്ന് കൃത്യമായിട്ട് പറഞ്ഞു. അതുപോലെ പബ്ലിഷ് ചെയ്യുമെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേരള PSCയുടെ വെബ്സൈറ്റിലൂടെ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ തുറന്നുള്ള ദിവസങ്ങളിലൊക്കെ ഈ ഒരു ഡേറ്റും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ട് PSCയുടെ വെബ്സൈറ്റ് സന്ദർശിച്ചുകൊണ്ടിരിക്കുക. മൂന്നാമതായിട്ട് പരിചയപ്പെടുത്തുന്ന ഷോർട്ട് ലിസ്റ്റ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി ഓപ്പൺ മാർക്ക് സ്റ്റേറ്റ് വൈഡ് കാറ്റഗറി നമ്പർ 572/2023 പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. ഈ ഒരു പരീക്ഷ നടന്നിരിക്കുന്ന OMR രീതിയിലാണ്. 26/9/2024 ഇതിൻ്റെ ലിസ്റ്റ് 27-ാം തീയതിയാണ് പബ്ലിഷ് ചെയ്തത്. ഈ ഒരു ലിസ്റ്റ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഫിസിക്കൽ ടെസ്റ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരു ടെസ്റ്റിലേക്ക് സെലക്ട് ചെയ്തവരുടെ ലിസ്റ്റാണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തത്. അതിൽ എത്ര പേര് ഉൾപ്പെട്ടിട്ടുണ്ട്, എന്താണ് അതിൻ്റെ കട്ട് ഓഫ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഈ ഒരു ലിസ്റ്റിലേക്ക് വരുമ്പോൾ 322 പേർ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, 211 പേർ സപ്ലി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 533 പേരാണ് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അതിൽ ഈ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 47 മാർക്കാണ്. മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ കട്ട് ഓഫ് മാർക്ക് 47 മാർക്കാണ്. അപ്പോൾ രണ്ടാം ഘട്ട പരീക്ഷയുടെ കാര്യങ്ങളും മറ്റുമൊക്കെ ഈ ഒരു PSCയുടെ വെബ്സൈറ്റിലൂടെ നമ്മളെ അറിയിക്കുന്നതായിരിക്കുമെന്ന് കൃത്യമായിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും എന്താണ് നിത്യേന PSCയുടെ വെബ്സൈറ്റിൽ കയറുക, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ എക്സാമിന് വേണ്ടി നല്ലോണം തയ്യാറെടുക്കുകയും ചെയ്യുക, അടുത്ത ടെസ്റ്റിന് വേണ്ടിയിട്ട് നല്ലോണം തയ്യാറെടുക്കുകയും ചെയ്യുക. അപ്പോൾ ഈ 3 ഷോർട്ട് ലിസ്റ്റാണ് കേരള PSC ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ക്ലർക്ക് എക്സാമിൻ്റെ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ മെസ്സേജുകൾ ഇപ്പോൾ തിരുവനന്തപുരം, പത്തനംതിട്ട തുടങ്ങിയ ജില്ലയിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ക്ലർക്ക് എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഈ മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അപ്ലോഡ് ചെയ്യേണ്ട സമയത്ത് കൃത്യമായിട്ട് തന്നെ അവർ പറയുന്ന രീതിയിൽ തന്നെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. അടുത്തൊരു വീഡിയോയിൽ തുടർന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.